നമസ്കാരം. ക്രിസ്തു ഏകരക്ഷാകേന്ദ്രം. ആകുലതകൾ നിറഞ്ഞ ജീവിതമാണല്ലേ ഇന്നത്തേത്. ആകുലതകളിൽ നിന്ന് ആകുലതകളിലേക്കുള്ള സഞ്ചാരം. വിദ്യാഭ്യാസ കാലത്ത് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ആകുലതകൾ. ജോലി കിട്ടിയാൽ ജോലിയെക്കുറിച്ചുള്ള ആകുലതകൾ. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷനുകൾ. അടുത്തിടെ മുതിർന്ന ഒരു സുഹൃത്തിനോട്, ഒരു വഴികാട്ടിയോട് സംസാരിക്കാനിടയായി. നിങ്ങളുടെ കാലത്ത് ജീവിതം കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലേ? ഇത്തരത്തിലുള്ള ആകുലതകൾ കുറവായിരുന്നില്ലേ എന്ന് ചോദ്യം. ആകുലതകൾക്ക് എല്ലാ കാലത്തും പഞ്ഞമില്ല. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരുപാട് ആകുലതകൾ. കാലഘട്ടത്തിനനുസരിച്ച് ആകുലതകൾ വ്യത്യസ്തമാകുന്നു എന്ന് മാത്രം. ഇതിനെ മറികടക്കാൻ എന്താണൊരു വഴി? ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ആധുനിക തലമുറയെ കാർന്നു തിന്നുമ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കാമെന്നുള്ള ഒരു ചോദ്യമായിരുന്നു അത്. ക്രിസ്തു അതായിരുന്നു മറുപടി. കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയ ക്രിസ്തു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈശോയുടെ കരം ഒപ്പമുണ്ട് എന്നുള്ള തോന്നൽ പഴയ തലമുറ മുറുകെ പിടിച്ചിരുന്നു. എത്ര തിരക്കിട്ട ജീവിതമാണെങ്കിലും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ഐക്യത്തിൽ മുന്നോട്ടു പോയിരുന്ന ജീവിതം. ഇന്ന് അത് പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നു. ആധുനിക ലോകത്തിൻ്റെ നിറപ്പകിട്ടാർന്ന കാഴ്ചകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ ചിത്രം മങ്ങാതിരിക്കട്ടെ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം യേശുവിൻ്റേതത്രേ. പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോവാം. നന്ദി.